ഈ അഡോളസൻസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ, ആ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും, നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഇന്റർനെറ്റ് അഥവാ ഓൺലൈൻ ജീവിതവും അവരുടെ ഓഫ്ലൈൻ ജീവിതവും തമ്മിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്. ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ എൻ്റെ കൊച്ചു കണ്ടിട്ട് പേടിച്ചില്ല. എൻ്റെ കുട്ടി ഇത്രയും, അത് ഹൊറർ മൂവിയാണെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ കുട്ടി അത് കണ്ടിട്ട് പേടിച്ചില്ല. കുട്ടികൾക്കല്ല എന്ന് പറയുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റിനോ കുട്ടികളെ എക്സ്പോസ് ചെയ്യുന്ന അതൊരു ഒരു കുട്ടിയുടെ ഒരു ധൈര്യത്തെ പരിശോധിക്കലായിട്ട് കരുതുന്ന പേരൻസ് പോലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളതാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വലിയ എക്സാം സ്ട്രെസ്സിൽ പെട്ടാൽ, അല്ലെങ്കിൽ കുറച്ച് ഡിപ്രസ്ഡായി തോന്നിയാൽ, ഒറ്റയ്ക്കായി പോയാൽ, അങ്ങനെയൊക്കെ വന്നാൽ അവർ നമ്മളെ കാണാൻ മടിക്കാറില്ല. എനിക്ക് ആ കാര്യത്തിൽ പുതിയ ജനറേഷനെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട്. അവർ കുറച്ചുകൂടി മെൻ്റൽ ഹെൽത്ത് ലിറ്ററേറ്റ് ആണ് നമ്മളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റുമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ മോശമാണെന്ന് പരാതി പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അത് അങ്ങനെയല്ലെന്നാണ് എക്സ്പേർട്സ് ഒക്കെ ഇപ്പോൾ പറയുന്നത്. അവർ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്, ഓവർ എക്സ്പോസ്ഡ് ആണ്, ഓവർ കമ്പയർഡ് ആണ് ആൻഡ് അണ്ടർ കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ കൂടിയുണ്ട്. ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസർ കൂടിയാണ് മാം. വെൽക്കം ടു ദി ഷോ. മാം, കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഓവറാണ്, പാരൻസ് തെറ്റി ഓവറാണെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമുക്ക് തീരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സംഭവം ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ പുള്ളിയുടെ ഒരു വ്ലോഗിലൂടെ നമ്മളോട് ചോദിച്ചത്, ഷെയർ ചെയ്തത്, ഡു യു തിങ്ക് യു ആർ സേഫ് എന്നുള്ള മൂഡിലൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടികൾ ഉൾപ്പെടുന്ന പല ഗ്രൂപ്പുകളിലും വരുന്ന പല കണ്ടന്റുകളും നമുക്ക് പാരൻസിനോ അല്ലെങ്കിൽ ഒരു നോർമൽ ആൾക്കാർക്കോ ആക്സെപ്റ്റ് ചെയ്യാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മൾ കുട്ടികൾ ഓവറാണ് എന്ന് ചിന്തിച്ച് പോകുന്നതിൽ ഒരു തെറ്റ് പറയാൻ പറ്റുമോ? ആക്ച്വലി നിഷ ചോദിച്ചതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജെൻ സി, ജെൻ ആൽഫ, ജെൻ ബീറ്റ എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻ കുട്ടികളുണ്ടല്ലോ, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും സോഷ്യൽ കണക്ടിവിറ്റിയും ഒക്കെ സംബന്ധിച്ച് അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച് വളരെ കൗതുകകരവും അതേസമയം നമ്മൾ മുതിർന്നവരെല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ട്. അവരുടെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ, നമ്മുടെ ജനറേഷൻ മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വ്യത്യാസം അവരവരുടെ സോഷ്യൽ സ്ട്രക്ചറിലും സോഷ്യൽ സ്റ്റിമുലേഷനിലും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ ഒരു കൗമാരത്തിലോ അല്ലെങ്കിൽ യൗവനത്തിലോ ഒക്കെയാണ് ഇൻ്റർനെറ്റ് ലോകത്തിലെ പറ്റി പരിചയപ്പെട്ടത്. അതിന് മുമ്പ് നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, നേരിട്ടുള്ള ഫിസിക്കൽ സൗഹൃദങ്ങൾ, ഫിസിക്കൽ ഗെയിംസ്, ഇതിനെല്ലാമായിട്ട് പരിചയപ്പെടാനും അങ്ങനെ അഡാപ്റ്റ് ചെയ്യാനും നമ്മുടെയൊക്കെ പേഴ്സണാലിറ്റി ഒരു ഘട്ടം വരെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കപ്പെട്ടതാണ്. ഈ കുട്ടികൾ അങ്ങനെയല്ല, അവർ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തേക്ക് ജനിച്ചു വീണവരാണ്. പ്രത്യേകിച്ച് കോവിഡ്, നമ്മൾ ഈ കുട്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ വിട്ടുപോകരുതാത്തൊരു കാലമാണ്. കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ കുടുങ്ങിപ്പോയവരാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കൗമാരക്കാർ, പുതു യൗവനക്കാർ, എല്ലാവരും, ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ്. ഈ നമ്മൾ സ്കൂളിൽ പോകുന്നതേ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, സോഷ്യൽ കണക്ടിവിറ്റി പഠിപ്പിക്കുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഫോം ചെയ്യാൻ സഹായിക്കുക, നിങ്ങളുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഈ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്ന ആ സോഫ്റ്റ് സ്കിൽസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ കൂട്ടിലടക്കപ്പെട്ട കുട്ടികളെയാണ്, ആ കോവിഡ് കുട്ടികളെയാണ് നമ്മളിപ്പോൾ കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ കാണുന്നത്. അത് ഗൗരവമായി എന്തൊക്കെ ഇമ്പാക്റ്റ് അവരുടെ പേഴ്സണാലിറ്റിയിൽ, അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ, അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ പാരൻസിന് അത് മനസ്സിലാക്കിയെടുക്കാൻ സ്വാഭാവികമായിട്ടും എന്താ പറയാ, പഴയ ജനറേഷന്റെ അതേ പാറ്റേണിലാണ് നമ്മൾ പാരന്റ്സ് പോകുന്നത്. കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും കാലം മാറുന്നതനുസരിച്ച്. പക്ഷെ എങ്കിൽ പോലും ഈ എന്താ പറയാ, കുട്ടികളായിട്ടുള്ള വഴക്കിനും അവരായിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്ട്സിനൊന്നും ഒരു കുറവുമില്ല. നിഷ ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള ചോദ്യം ചുറ്റുപാട് നിന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് മാനസികാരോഗ്യ വിദഗ്ധർക്ക് പൊതുവിൽ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആ കുട്ടികളെ മനസ്സിലാക്കാൻ കുറച്ച് സമയം വെക്കുക തന്നെ വേണം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്. കുട്ടികൾക്ക് എന്തോ പറ്റി എന്നുള്ള ഒരു ആകുലതയിൽ നിന്നല്ല, ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അവർക്ക് എന്താണ് വ്യത്യാസങ്ങൾ ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി തന്നെ പോകണം. നോക്കൂ, ഇനി വരുന്ന ജനറേഷൻ ഉണ്ടല്ലോ, ഈ 2015 ശേഷം വരുന്ന ജനറേഷൻ, അവർ യുഗത്തിലോട്ടാ. നോക്കൂ, അവർക്ക് ചില ഐഡന്റിറ്റി ക്രൈസിസ് തന്നെ വരാം. ഏതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വങ്ങൾ, ഏതാണ് നോക്കൂ, യഥാർത്ഥത്തിലുള്ള ഹ്യൂമൻ ഫീലിങ്സുമായിട്ട്, ഹ്യൂമൻ എക്സ്പ്രഷൻസും ഒക്കെ ആയിട്ട് ആ കുട്ടികൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ കണ്ടറിയാൻ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഈ കുട്ടികൾ, നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ, അവരുടെ ഇൻ്റർനെറ്റ് അഥവാ
ഓൺലൈൻ സൗഹൃദങ്ങൾ, ഓൺലൈൻ ജീവിതവും അവരുടെ ഓഫ്ലൈൻ ജീവിതവും തമ്മിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്. ഈ പുതിയ ജനറേഷൻ കുട്ടികളിൽ ഉണ്ടാകുന്ന പല വയലൻസ് പ്രശ്നങ്ങൾ, ഡ്രഗ് അഡിക്ഷൻ്റെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതെല്ലാം കൺസൾട്ടേഷൻസ് ആയിട്ട് നമ്മൾ മാനസികാരോഗ്യ പ്രവർത്തകർ സ്ഥിരമായി കാണുന്നതാണ്. അത് കൂടിയിട്ടുണ്ട് എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇത് കൂടി എന്നുള്ളതാണോ അതോ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്? രണ്ടുമാവാം. കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടിയിട്ടുള്ളതിന് രണ്ട് കാരണങ്ങളുമാവാം. നമുക്ക് ഒരു ജനറേഷൻ അപ്പുറത്ത് വരെ, ഞാൻ ഇപ്പോൾ 10-20 വർഷമായിട്ട് സർക്കാർ സർവീസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ എൻ്റെ പ്രാക്ടീസിൻ്റെ ആരംഭഘട്ടത്തിൽ നമ്മൾക്ക് കിട്ടിയിരുന്ന കൺസൾട്ടേഷൻസ് എല്ലാം ഒരു മാനസിക രോഗം കാണാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഒരു മൂഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ഒരു വിഷാദം, അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ഡ്രഗ് യൂസ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ചികിത്സിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ മനുഷ്യർക്ക് കുറച്ചുകൂടി അവയർനെസ് ഇത്തരം കാര്യങ്ങളെ പറ്റിയുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വലിയ എക്സാം സ്ട്രെസ്സിൽ പെട്ടാൽ, അല്ലെങ്കിൽ കുറച്ച് ഡിപ്രസ്ഡായി തോന്നിയാൽ, ഒറ്റയ്ക്കായി പോയാൽ, അങ്ങനെയൊക്കെ വന്നാൽ അവർ നമ്മളെ കാണാൻ മടിക്കാറില്ല. നമ്മുടെ ജനറേഷനിൽ പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അത്തരം കൺസൾട്ടേഷൻസും കൂടിയിട്ടുണ്ട്. ആൾക്കാർ ഈ പ്രശ്നങ്ങളെ കാണുന്ന രീതി വളരെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ പുതിയ ജനറേഷനെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട്. അവർ കുറച്ചുകൂടി മെന്റൽ ഹെൽത്ത് ലിറ്ററേറ്റ് ആണ് നമ്മളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അവർ ഓവർ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സൈഡിൽ നമ്മൾ അവരെ പറയുമ്പം ഇത്തരം കാര്യങ്ങളിൽ മെന്റൽ ഹെൽത്ത് ലിറ്ററസി അവർക്ക് കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റുമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അവരവരുടെ നിറത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങളുടെ മറ്റ് ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വളരെ കുറച്ചാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുക. അവർ ആളായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തോന്നുവാറുണ്ട് പലപ്പോഴും. മാം, അപ്പം എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും കുട്ടികളോട് പറയുന്ന, നിങ്ങൾ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. ഈ എന്താ പറയുക, ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, നമ്മുടെ ചുറ്റും നടക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്നത്, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നു. പക്ഷെ മാം ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് വരുമ്പം കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നതായിട്ട് ഈവൻ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ തോന്നും. അച്ഛൻ എന്താ അങ്ങനെ എൻ്റെ സുഹൃത്തിനെ പറ്റി പറഞ്ഞ, അല്ലെങ്കിൽ അമ്മ എന്താ ഇങ്ങനെ. അത് ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ഈ പറഞ്ഞ കുട്ടികളെ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് പോകുന്നത്. ഈ കുട്ടികൾ ഇതൊക്കെ അറിയുന്നുണ്ട്, ലോകം അറിയുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നോക്കൂ, ഈ പുതിയ ജനറേഷൻ കുട്ടികളെ പറ്റി പൊതുവിൽ പറയുന്ന ഒരു കാര്യം, അവർക്ക് ചില പ്രത്യേകതകൾ ചില കാര്യങ്ങളെ പറ്റിയുണ്ട്. അവരുടെ വൈകാരികമായിട്ടുള്ളത്, ലിംബിക് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള സംവേദനക്ഷമത കുറച്ച് കൂടുതലാണ്. അത് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ചെക്കില്ലാതെ, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ശരീരത്തിൽ തലച്ചോറിൻ്റെ മുൻഭാഗമാണ് നമ്മളെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അതിൻ്റെ ഒരു റിസ്ക്കും കോൺസിക്വൻസസും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളൊരു പ്രതികരണം രൂപപ്പെടുത്താൻ സഹായിക്കുന്നത്. അതിൻ്റെ ആക്ടിവിറ്റി വേണ്ടത്ര ഇല്ലാതെ, അതേസമയം നല്ല ഇമോഷണൽ എക്സ്പ്രഷൻസ് ഉള്ള ഒരു വിഭാഗമായിട്ടാണ് ഈ കുട്ടികൾ വരുന്നത്. ഒരുപക്ഷെ അവരുടെ ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ഇനീഷ്യൽ ഫേസിൽ ഉണ്ടായ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാവാം ഇത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യം, ആ കുട്ടികളുടെ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. നോക്കൂ, രണ്ടാൾ തമ്മിലൊരു പിണക്കുണ്ടായി, അത് റിലേഷൻഷിപ്പിലാവാം, ഒരു സൗഹൃദത്തിലാവാം, മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലാവാം. അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിൽ ഇവർക്കൊരു പ്രാക്ടിക്കൽ വിസ്റ്റത്തിൻ്റെ കുറവുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. നമ്മൾ തന്നെ ഇപ്പോൾ പലപ്പോഴും കേൾക്കുന്നില്ലേ, 10ാം ക്ലാസ്സുകാർ അല്ലെങ്കിൽ 12ാം ക്ലാസ്സുകാർ വലിയ അക്രമങ്ങളിൽ പോയി, ഒരു കുട്ടി കൊലയപ്പെട്ടു. കേരളത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ അത് അത്ര കോമൺ അല്ല. നമ്മളൊക്കെ ഇഷ്ടം പോലെ കളിക്കാൻ പോവുകയും കൂട്ടുകൂടുകയും വഴക്ക് കൂടുകയും ചെറിയ ചെറിയ അടിപിടികളിലൊക്കെ തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിനിടയ്ക്ക് ഉണ്ടായ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഞാനിപ്പോൾ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം, ഒരു 4ാം ക്ലാസ്സുകാരൻ, അവൻ ക്ലാസ്സിൽ കുറച്ച് ഒരു സുഹൃത്തിനെ വഴക്കുണ്ടാക്കി മൂക്കിലിടിച്ചു, മൂക്കിനൊരു ഇഞ്ചുറി, ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്രാക്ചറോളം ഉണ്ടായി. അപ്പോൾ അതിൽ ഇവൻ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് വയലൻ്റ് ആവുന്നു എന്നുള്ള കാര്യത്തിന് നമ്മളുടെ ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി പേരൻസ് വന്നതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ച് വരുന്നതിനിടയ്ക്ക് എന്തിനാണ് നീ അങ്ങനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞൊരു കാര്യം, വഴക്കുണ്ടായ പിന്നെ ഇടിക്കണ്ടേ. അപ്പോൾ ഞാൻ വഴക്കുണ്ടായാൽ ഇടിച്ചാണോ അത് പരിഹരിക്കുക? ആ കുട്ടിയുടെ വിചാരം പിണങ്ങിയാൽ അത് ശാരീരികമായിട്ടുള്ള അക്രമത്തിലാണ് തീർക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇക്കാര്യത്തിൽ വളരെ കൂടുതലാണ്. ഒരു വഴക്കുണ്ടായാൽ പല കുട്ടികളെ സ്വാധീനിക്കുന്നത് ഇത്തരം സിനിമകളും മീഡിയകളും റീൽസും ഒക്കെ ആണല്ലോ. അതും ഒരു വലിയ ഫാക്ടറാണല്ലോ. അപ്പോൾ ഒരു പിണക്കുണ്ടായാൽ അത് അടിച്ചാണ് തീർക്കുക. ഒരു ആരോഗ്യകരമായ ഒരു സംവാദത്തിൽ എങ്ങനെയാണ് രണ്ടാൾ തമ്മിലുള്ളൊരു പ്രശ്നം തീർക്കുക എന്ന് ചിലപ്പോൾ ഈ കുട്ടികൾക്ക് അറിയുക തന്നെയില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അക്രമം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ വയലൻസ് ഒരു എക്സ്റ്റെൻറ്റ് വരെ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളെക്കാൾ ആരോഗ്യത്തിൽ കുറഞ്ഞ ഒരാളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ആരോഗ്യമുള്ള ആൾക്കാരുടെ തന്നെ ആയിക്കോട്ടെ, ഒരു പിണക്കമുണ്ടായാൽ നിങ്ങൾക്ക് അത് അടിച്ചു തീർക്കാം. അടിച്ചു തീർക്കുന്നത് ഈസ് ദ നോം.
അതാണ് അടിച്ചു തീർക്കുന്നതാണ് നോർമൽ എന്ന് വരെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടാനുള്ള റീസൺ ഈ പറഞ്ഞ പോലെ ഇത്ര ഓവർ എക്സ്പോസ്ഡ് ആയത് ഓവർ എക്സ്പോഷർ അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, ചില പേരൻസിൻ്റെ ഒക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കാണാം, ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ എൻ്റെ കൊച്ചു കണ്ടിട്ട് പേടിച്ചില്ല, എൻ്റെ കുട്ടി ഇത്രയും, അത് ഹൊറർ മൂവിയാണെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ കുട്ടി അത് കണ്ടിട്ട് പേടിച്ചില്ല. നോക്കൂ, ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ തന്നെ എത്രമാത്രം ആ റേറ്റിംഗ് എത്രമാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ കുട്ടിയുടെ വൈകാരിക ക്ഷമത അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം സർട്ടിഫിക്കേഷൻസ് പോലും കുട്ടികൾക്കല്ല എന്ന് പറയുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റിനോ കുട്ടികളെ എക്സ്പോസ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഒരു ധൈര്യത്തെ പരിശോധിക്കലായിട്ട് കരുതുന്ന പേരൻസ് പോലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞ് ബ്രെയിന് വളർച്ചയുടെ ഈ അഡോളസൻസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ, ആ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും, നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മ തെറ്റിയുമില്ല എന്ന് പറയുന്ന പോലെ ഒരു കാലമാണല്ലോ അത്. നമ്മളൊക്കെ ആ കാലം കഴിഞ്ഞ് വന്നവരാണല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളർച്ച പൂർത്തിയാകാത്തൊരു ബ്രെയിന് മുമ്പിൽ എന്തെല്ലാം സ്റ്റിമുലസുകൾ വെക്കാം, എന്തെല്ലാം കണ്ടൻസ് കൊടുക്കാം എന്നുള്ളത് ഒരു സമൂഹം എന്നുള്ളതിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം, ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നുള്ളതാണ്. ഒരാൾക്ക് തന്നെ ഒരു കുട്ടിയെ വളർത്താൻ പറ്റില്ല, സമൂഹത്തിന് മുഴുവനുള്ള ഉത്തരവാദിത്വമാണ്. നമുക്ക് ആർക്കും ഒരു ബബിളിനുള്ളിൽ ഇൻസുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനാവുമോ? ആ കുട്ടി വളരുന്ന സ്ഥലം, ആ കൊച്ചായിരിക്കുന്ന സിറ്റുവേഷൻ, അവൻ പഠിക്കുന്ന സ്കൂൾ, അവരിടപെടുന്ന കൂട്ടുകാർ, ഇവരുടെ എല്ലാം കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നതല്ലേ. അപ്പോൾ അത്തരം സ്റ്റിമുലേഷനുകൾ എന്തൊക്കെ എൻ്റെ കുട്ടിയിൽ എത്താം എന്നുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തിങ്കിങ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടതാണ്. മാം, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ഫാമിലി ഫസ്റ്റ് യൂണിറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പാരൻസ് ആയിരിക്കും, ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും ഉണ്ടാവുക. വളരെ കുറഞ്ഞ ടൈമാണ് ഒരുമിച്ചുള്ളത്. അപ്പോൾ ഈവൻ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെയും ടൈം കുറഞ്ഞാൽ കിട്ടണം. അപ്പോൾ ആ ടൈമിനകത്ത് കുട്ടികൾക്ക് പഠിക്കുകയും വേണം, ഇപ്പം സ്കൂളുകളിൽ നിന്നുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണം. അതിൻ്റെ കൂടെ അവർക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ കൊടുക്കുക, അതിൽ ഗെയിം ആകാം, എന്തും ആകാം. അപ്പോൾ അതിൽ നമ്മൾ ഡിജിറ്റൽ ലൈഫ് ബാലൻസിങ് എന്നുള്ളൊരു സാധനത്തെ പറ്റിയൊക്കെ ഇപ്പോൾ സ്ഥിരമായി പറയാറുണ്ട്. അത് മസ്റ്റായിട്ട് നോക്കണമെന്നും പറയും. പക്ഷെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു ധാരണയില്ലാത്തൊരു കാര്യമാണ്. എന്താണ് അതിൻ്റെ മാമിന്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്ടിവിറ്റിയാണ്. നോക്കൂ, നമ്മൾ എന്ത് പ്രശ്നം കുട്ടികളിലെ, അത് വയലൻസ് ആവട്ടെ, ഡ്രഗ് യൂസ് ആകട്ടെ, ഈ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനെറ്റ് അഡിക്ഷൻ ആകട്ടെ, നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലത്തെ അപകടകരമായ സൈറ്റുകളിലും ഗ്രൂപ്പുകളിലും ചാടുന്നതാവട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഹാരത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ കാരണത്തിലോട്ട് നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അത് പേരൻസും കുട്ടികളും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, കണക്ടിവിറ്റിയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ബിസി ആയിരിക്കുന്നു എന്നെല്ലാം പറയുന്നത് നിങ്ങൾ പേരൻ്റ് എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തത്തിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല അതൊന്നും. ആ ഉത്തരവാദിത്തത്തിന് വേണ്ടി നിങ്ങളുടെ 24 മണിക്കൂറിന് 20 മണിക്കൂറൊന്നും ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്ന സമയം ക്വാളിറ്റി ടൈം ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്കതാണ് വർക്കിംഗ് പേരൻസിനോട് പറയാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ എത്ര സമയം ഫിസിക്കലി കുട്ടിയുടെ കൂടെ പ്രസൻ്റ് ആയിരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾ എത്ര ക്വാളിറ്റിയിൽ ആ സമയം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഈ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്നത്, ഇപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വന്നാൽ ഞാൻ കുട്ടിയോട് ഇടപെട്ടത് ശരിയായില്ല എന്ന് ചിലപ്പോൾ പാരന്റ്സിനും തോന്നാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നെറ്റിൽ നിന്നൊക്കെ കിട്ടുന്നൊക്കെ എടുത്ത് വെച്ചിട്ടാവും നോക്കുക. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അച്ഛൻ പറയണമായിരിക്കില്ല ചിലപ്പോൾ അമ്മ പറയണ്ടാവുക. കുട്ടിക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, കുട്ടിയുടെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ എനിക്ക് തോന്നുന്നു, ഒരു ഇൻസ്റ്റ അക്കൗണ്ട് എടുക്കാൻ ഒരുവിധം എനിക്ക് തോന്നുന്നു 12-13 ടീനിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെയും ഒരു ഇൻസ്റ്റ അക്കൗണ്ട് എടുക്കട്ടെ എന്ന് കുട്ടികൾ ചോദിക്കുന്നു. അതിന് മുമ്പ് തുടങ്ങണ്ടാവും ഒരു പക്ഷേ. പാരൻസ് ആദ്യമേ തന്നെ വളരെ നിർബന്ധപൂർവ്വം പറ്റില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പോർഷനും എന്നാൽ അവിടെ നിന്ന് പിന്നെ പൊളിഞ്ഞ് ഇൻസ്റ്റ അക്കൗണ്ടിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉള്ളത്. ഈ രണ്ട് എക്സ്ട്രീം, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഇൻഫ്ലുവൻസറുടെ കാര്യം പറഞ്ഞ ഒരു ലെവലും ഈ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് പോലും തുടങ്ങാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യവും രണ്ട് എക്സ്ട്രീമിലാണല്ലോ നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ബാലൻസിങ് നമുക്ക് എങ്ങനെയാ പറ്റും? വേണം. ആക്ച്വലി ഈ പേരന്റിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ കുറേ മാറ്റങ്ങൾ ഈ പുതിയ തലമുറ കുട്ടികൾക്ക് വേണ്ടി വരുത്തേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. നമ്മളുടെയൊക്കെ ജനറേഷനിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒബീഡിയൻസ്, അനുസരണ വെച്ചിട്ടാണ് നമ്മൾ പേരന്റിങ് ചെയ്തിരിക്കുന്നത്. അമ്മ പറഞ്ഞു, സോ യു ഹാവ് ടു ഡു ഇറ്റ്, അങ്ങനെ അങ്ങ് ചെയ്തോളൂ എന്നാണ്
നമ്മൾ പറയാ അല്ലേ? ഇപ്പൊ നമ്മളൊരു ജെന്റിൽ പേരന്റിംഗ് എന്നുള്ള കൺസെപ്റ്റിലാണ് കൂടുതൽ നിൽക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ അനുസരിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ മനസ്സിലാക്കുക, കണക്ഷൻസ് ഉണ്ടാക്കുക, അവരുടെ ഒരു വളർച്ചയെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടിയുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പലപ്പോഴും വീടുകളിലൊക്കെ കാണുന്ന ഒരു കാര്യം, എല്ലാവരും ഫിസിക്കലി പ്രസന്റ് ആണ്, പക്ഷെ എല്ലാവരുടെയും കയ്യിലൊരു ഡിവൈസ് ഉണ്ടാവും. കണ്ണിൽ നോക്കി ഇരുന്നുള്ള സംസാരം എത്ര കുടുംബങ്ങളിൽ കുട്ടികളായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, നമ്മൾ രണ്ട് മുതിർന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും മുഖത്ത് നോക്കി എക്സ്പ്രഷൻസ് കണ്ട് അത് മനസ്സിലാക്കിയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. കുട്ടികളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുക? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക് അവർ പറയും, നമ്മൾ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ഒന്ന് മൂളിയാലായി. മുഖത്ത് നോക്കി ഇരുന്ന് ഇതുപോലൊരു സംസാരം കുട്ടികളും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല നല്ല ഒരു സംസാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നല്ലൊരു കേൾവിക്കാരൻ അഥവാ കേൾവിക്കാരിയും ആകണം. അപ്പോൾ കുട്ടികളുമായിട്ട് ഒരുമിച്ചുള്ള സമയം ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ഫോർ ദ ഫാമിലി ഇറ്റ്സെൽഫ്. വേറെ ഒരു കാര്യം ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ ഡിവൈസ് ഫ്രീ ടൈം. നിങ്ങൾ ആ സമയത്ത് ഡിവൈസ് എടുക്കാനേ പാടില്ല. എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയമായിരിക്കണം. ആ സമയം നല്ല കാര്യങ്ങൾ, അതായത് നമ്മൾ സാധാരണ കുട്ടികളുമായിട്ട് ഇരുന്നാൽ പൊതുവിൽ പഠനത്തെ പറ്റി ചോദിക്കും, കൂട്ടുകാരെ പറ്റി ചോദിക്കും. ഫാമിലി എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ഒരു സാധാരണ പരിപാടിയെ നമ്മൾ ആ സമയത്ത് കുറച്ച് ഉപദേശിക്കാൻ നോക്കും, കുറച്ച് വഴക്ക് പറയാൻ നോക്കും, കുറച്ച് കുറ്റം പറയാൻ നോക്കും, ചില കമ്പാരിസൺസ് നടത്തും. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഫാമിലി ടൈം എല്ലായ്പ്പോഴും ഒരു ക്വാളിറ്റി ടൈം ആയിരിക്കണം. അത് എൻകറേജ്മെന്റുള്ള സമയമായിരിക്കണം. നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ മാത്രം ഉപയോഗിക്കുന്ന സമയമായിരിക്കണം. ന്യൂട്രൽ ടോപ്പിക്സ് പറ്റുന്നത് നിങ്ങൾ എടുക്കണം എന്നാണ് നമ്മൾ പറയുക. അതായത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വീട്ടില് മോന്റെയോ മോളുടെയോ എക്സാം കഴിഞ്ഞു, നല്ല പെർഫോമൻസ് അല്ല അക്കാഡമിക്കലി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പാരന്റ് അത് എടുത്ത് ഇടുമല്ലോ ഇരുന്ന് സംസാരിക്കുന്ന ഗ്യാപ്പില്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കമ്പാരിസൺ ഒക്കെ രണ്ട് നോക്കൂ, ഞാൻ പ്രത്യേകിച്ച് ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കുട്ടിയുമായിട്ട് കണക്ഷൻ, നല്ല ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം, സ്ഥിരതയാർന്ന ഒരു ബന്ധം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് മറ്റൊന്നിനും വേണ്ടി തിരിച്ചു മറിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും 20 മിനിറ്റെങ്കിലും. ഇപ്പം എല്ലാ ദിവസവും വീട്ടിൽ അവൈലബിൾ അല്ലാത്ത പേരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആഴ്ചയിൽ ഇത്ര ദിവസം, വീട്ടിലുള്ള ദിവസങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ആ സമയത്തല്ല നിങ്ങൾ പ്രോബ്ലം ബിഹേവിയർ സെറ്റിൽ ചെയ്യേണ്ടത്. ആ സമയത്തല്ല നിങ്ങൾ മോട്ടിവേഷൻ സ്പീച്ചസ് ഉണ്ടാക്കേണ്ടത്. ആ സമയത്തല്ല നിങ്ങളുടെ എല്ലാ വീട്ടിലും കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കാണ്. ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ ഇൻസ്റ്റ എടുക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലാവാം, ചിലപ്പോൾ വീട്ടുകാരുമായി വേണ്ടത്ര കമ്പാഷനേറ്റ് ആവാത്തതാവാം. ഇത്തരം ടോപ്പിക്കുകളൊന്നും, വിവാദ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്കുള്ള സമയമല്ലാതെ ആ സമയം ഇമോഷണൽ കണക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സമയമാണ് എന്ന് കരുതി തന്നെ എടുക്കണം. പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്കൊരു കറക്ഷൻ കുട്ടിയുടെ അടുത്ത് വേണം. അതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. നോക്കൂ, അഡോളസൻ കൗമാരക്കാരുടെ കാര്യത്തിലും ഈ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാറുള്ളത്, നിങ്ങളൊരു ഒരു വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നിർത്തുന്നത് വരെ ഒറ്റ ഗിയറിലല്ലല്ലോ ഓടിക്കുന്നത്, പല ഗിയറുകളിൽ പോകേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കുഞ്ഞു കുട്ടിയായിട്ട് കിട്ടുമ്പോൾ, പേരൻറ്റിങ് ഈസ് എ ഡൈനമിക് തിങ്. നിങ്ങൾക്കൊരു കുഞ്ഞു കുട്ടിയായിട്ട് കിട്ടുമ്പോൾ ആ കുട്ടിക്ക് പൂർണ്ണമായ സംരക്ഷണവും പൂർണ്ണമായ പുന്നാരവും വാത്സല്യവും ഒക്കെ തന്നെ മതി. ആ കൊച്ചു വളർന്നു വരുന്ന അനുസരിച്ചിട്ട് ദ പേരൻറ് ഷുഡ് ഓൾസോ ഗ്രോ. അപ്പോൾ ഒരു ഗ്രോയിങ് വിത്ത് യുവർ ചൈൽഡ് എന്നുള്ളതായിരിക്കാം പുതിയൊരു ജെന്റിൽ പേരൻറ്റിങ്ങിന് ഏറ്റവും നല്ലൊരു ആപ്തവാക്യം എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ മാറി വരണം. അപ്പം നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയുടെ സ്റ്റേജ് അനുസരിച്ച്, നിങ്ങളുടെ കുട്ടിയുടെ ഇമോഷണൽ വളർച്ചയുടെ സ്റ്റേജും അനുസരിച്ച് നിങ്ങൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ഒരു സംസാരത്തിലൂടെ രണ്ടുപേരും കൂടെ ഇരുന്ന് കാര്യങ്ങൾ കേട്ട് അവർക്ക് പറയാനുള്ള കൺസേൺസ് അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ ശരി തെറ്റ് മനസ്സിലാക്കി സാവധാനത്തിൽ സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാവും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റാ അക്കൗണ്ട് എടുത്തോട്ടെ, വേണ്ട എടുക്കണ്ട. അത് കഴിഞ്ഞ് നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ പ്രഷറൈസ്ഡ് ആയിട്ട് ആ പേരൻ്റ് തന്നെ പറയണം, എന്നാൽ എടുത്തോ, എന്താണെന്ന് വെച്ചാൽ എന്ന് പറയണം. അങ്ങനെ ചെയ്യുന്ന പല പേരൻസിനെ നമ്മൾ കാണാറുണ്ട്. എനിക്ക് തരാനുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുമ്പോഴേ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സമയം എടുത്ത് ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറയണം. പറയുന്ന ഉത്തരത്തിൽ രണ്ട് പേരൻസും സ്റ്റിക്ക് ഓൺ ചെയ്യണം. നിങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ നിങ്ങൾ കുട്ടികളോട് പറയാം, നമുക്കൊന്ന് ആലോചിക്കട്ടെ, നമുക്ക് ഇച്ചിരി സമയം വേണം, അല്ല അച്ഛനും അമ്മയ്ക്കും കൂടെ ഒന്ന് ആലോചിക്കണം, ഇച്ചിരി സമയം തരൂ എന്ന് പറയാം, സമയം വാങ്ങിക്കാം. അതിനുശേഷം നിങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ തല പോയാലും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, ഇപ്പം എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഒന്ന് വരട്ടിയാൽ എത്തിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രഷറൈസ് ചെയ്താൽ വീഴും എന്നുള്ളതാണ്. അതായത് കുട്ടികൾ നമ്മുടെ പാരന്റ്സിന്റെ ഒരു സൈക്കോളജി മനസ്സിലാക്കി മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് സാധിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. നമുക്ക് ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. പറയുന്ന ഉത്തരത്തെ നിങ്ങളുടെ വാക്കിനെ നിങ്ങൾ ഓൺ ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയല്ലേ കുട്ടികൾ ഈ കാര്യമെല്ലാം പഠിക്കുക.
നമ്മൾ എപ്പോഴും വിചാരിക്കുക നമ്മൾ ഉപദേശിക്കുന്ന കേട്ട് കുട്ടികൾ അങ്ങ് നന്നായിരുന്നെങ്കിൽ നന്നായി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. യു ആർ ദ റോൾ മോഡൽ. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും നമ്മളുടെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഇന്റർനെറ്റ് യൂസിന്റെ കാര്യം, ഡിവൈസ് അഡിക്ഷന്റെ കാര്യം, ഇമോഷണൽ എക്സ്പ്രഷന്റെ കാര്യം, നമ്മൾ കുട്ടികളോട് പറയാണ് ദേഷ്യം വന്നാൽ നീ ഒട്ടും ഇമ്പൾസീവ് ആവരുത്, ചീത്ത വാക്കുകൾ പറയരുത്, ദേഷ്യം വന്നാൽ സാധനം എടുത്ത് എറിയരുത്, ഉപദ്രവിക്കരുത്, ഷൗട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുകയും നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നമ്മുടെ പല കാര്യങ്ങൾ കൊണ്ടാവാം, നിങ്ങളുടെ ജോലിയുടെ പ്രഷർ ഉണ്ടാവാം, നിങ്ങളുടെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെ എന്തുകൊണ്ടും നിങ്ങളിത് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെ എടുത്ത ലെക്ചറെല്ലാം പൊട്ടി എന്നുള്ളതാണ്. ഇപ്പം പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ഇത്രയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പണ്ടും കുറേ നാളുകളൊക്കെ ആയിട്ട് വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിങ്ങിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പാരന്റിങ് പ്ലാൻ ചെയ്യുന്നവർ അങ്ങനെ ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് അപ്പോൾ കുറെ കൂടെ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, നമ്മളെല്ലാവരും പല ജോലികൾ ജീവിതത്തിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഞാനും അതെ, ജോലി ചെയ്യുന്ന ഒരു അമ്മയുമാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ ഇപ്പോൾ ഔദ്യോഗികമായി ഞാൻ ചെയ്തിട്ടുള്ള ജോലികളും വ്യക്തിപരമായി ഞാൻ ചെയ്തിട്ടുള്ള ജോലികളും വെച്ച് നോക്കിയാൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും പ്രയാസമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പേരന്റ് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഏറ്റവും ഉത്തരവാദിത്വം, ഏറ്റവും ടൈം കൺസ്യൂമിങ്, ഏറ്റവും ഇമോഷണൽ എനർജി ഡ്രെയിനിങ് ജോലി ഒരു പേരൻറ്റിൻ്റേത് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് നല്ല ട്രെയിനിങ് ആവശ്യമുണ്ട്. നമ്മുടെ പേരൻസ് നമ്മളെ എങ്ങനെ വളർത്തിയോ അങ്ങനെ അങ്ങ് വളർത്തിയാൽ മതിയായിരുന്നു. നമ്മുടെ തലമുറ വരെ ഉള്ള പേരൻറ്റിങ് ഒരു തരത്തിൽ അങ്ങനെ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഇൻ്റർനെറ്റിൻ്റെ വരവോടും കോവിഡോടും കൂടി ലോകം വളരെ സിറ്റുവേഷൻസ്, ഈ കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്ന സാഹചര്യങ്ങൾ പെട്ടെന്നങ്ങ് മാറി. നമ്മുടെ പേരൻറ്റിങ് സ്കിൽസ് പോരാതെ വന്നു. അത് നിങ്ങൾ പുതിയ സ്കിൽസ് ആർജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നമുക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ് എന്നാണ്, ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് അതൊരു തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.